അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ച് പീഡനം അനുഭവിച്ച് മരണപ്പെട്ടവരുടെ വിധവകൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും സംസ്ഥാന സർക്കാർ മതിയായ പെൻഷൻ അനുവദിക്കണമെന്ന് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും പുതിയ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. BJP കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച് പീഡനം അനുഭവിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് KT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PP ഗണേശൻ, മണ്ഡലം സെക്രട്ടറിമാരായ പ്രഭീഷ് കുറ്റിപ്പുറം, സുഭാഷ് A, ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വൈക്കത്തൂർ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KV ശ്രീശൻ, SC മോർച്ച ജനറൽ സെക്രട്ടറി വാസു കോട്ടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എന്തുണ്ടായി, ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിക്കൊണ്ടുള്ള ജനവികാരം ജനതാ പാർട്ടിക്ക് അനുകൂലമായി പാറിയപ്പോൾ കോൺഗ്രസിന് അനുകൂലമായുള്ള ഒരു ജനവികാരം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ പ്രബുദ്ധം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്താണ് ഞാനും നിങ്ങളും എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കേരളത്തിലെ പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 1975 അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഒരു ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എങ്കിൽ അവരുടെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയാണ് വിരാതമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത്. രാജ്യത്ത് നേരത്തെ ഗണേശേട്ടൻ സൂചിപ്പിക്കേണ്ടായി വന്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ, രാജ്യത്തെ ചേരികളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു അധികാരവും ഇല്ലാതിരുന്നിട്ടും സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുക. ഇന്നും നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനയ്ക്കെതിരായിട്ട് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭരണഘടനയെ ഈ രാജ്യത്ത് കൊല ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കിരാതമായിട്ടുള്ള നടപടികൾ നമ്മുടെ ഈ വരും തലമുറയ്ക്ക് കൂടി അത് പകർന്നു നൽകിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്നും ആ കുടുംബം എങ്ങനെയാണ്, ആ കോൺഗ്രസ് എങ്ങനെയാണ് ഒരു കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നതും ആ കുടുംബം എങ്ങനെയാണ് ഈ രാജ്യത്ത് കിരാതമായ നടപടികൾ നടത്തിയതെന്നും ഈ രാജ്യത്തെ യുവതലമുറയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. സ്ഥിര നിക്ഷേപത്തിന് 1 വർഷത്തേക്ക് 8.5% പലിശ. ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ 9% വരെ പലിശ. വന്ദനം നിക്ഷേപ പദ്ധതി 56 വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ 8.75%. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി. വേഗമാകട്ടെ, തൊട്ടടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. KSFE, ഈ നാടിന്റെ ധൈര്യം.